നമുക്ക് ആലപ്പുഴയിലേക്ക് പോകാം. കെ സുധാകരനെ പുകഴ്ത്തിയും ജി സുധാകരനെ വിമർശിച്ചും മന്ത്രി സജി ചെറിയാൻ. കെ സുധാകരന് സീറ്റ് കിട്ടിയില്ല എങ്കിലും അദ്ദേഹം പാർട്ടിയെ ചതിച്ചില്ല. എന്നാൽ ജി സുധാകരൻ പാർട്ടിയുടെ ചങ്കിൽ കുത്തി. കെ സുധാകരന്റെ രാഷ്ട്രീയ ധാർമ്മികത ജി സുധാകരൻ ഇല്ലെന്നും സജി ചെറിയാൻ. ഒന്നുമില്ലാതിരുന്ന നമ്മളെയൊക്കെ കൈപിടിച്ചു കൊണ്ടുവന്ന് SFI അല്ലെങ്കിൽ ASF അല്ലെങ്കിൽ DYFI അല്ലെങ്കിൽ മറ്റ് സംഘടനകൾ പാർട്ടി ഇതിലൂടെയൊക്കെ വളർത്തി സൊസൈറ്റി പ്രസിഡന്റാക്കി, പഞ്ചായത്ത് മെമ്പറാക്കി, ജില്ലാ മെമ്പറാക്കി, MLA ആക്കി, MP ആക്കി, മന്ത്രിയാക്കി, എല്ലാ സൗകര്യങ്ങളും പാർട്ടിക്ക് അതിൻ്റെ കെയർ ഓഫ് നൽകി. എല്ലാവരുടെയും മെക്കിട്ട് കയറാനുള്ള എല്ലാ അധികാരങ്ങളും ആ സ്രോതസ്സുകളൊക്കെ നൽകി. ഇങ്ങനെ വരുമ്പോൾ ഇടയ്ക്കിട്ട് ചതിക്കുകയല്ല പാർട്ടിയോട് ചെയ്യേണ്ടത്, പാർട്ടിയുടെ ചങ്കിൽ കുത്തരുത്. അതാണ് നമ്മുടെ നാട്ടിൽ കാണേണ്ടത്. അങ്ങനെ കുത്തിയവരെയൊക്കെ കൂട്ടുപിടിച്ച് കേരളത്തിൽ UDF ജയിക്കുമെന്ന് പറഞ്ഞാൽ ആലപ്പുഴ ജില്ലയിൽ അത് സംഭവിക്കില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കേരളത്തിൽ സംഭവിക്കില്ല. വഞ്ചനയല്ലേ കാണിച്ചത്? ഞാൻ ചോദിക്കട്ടെ, കെ സുധാകരൻ കാണിച്ചില്ലല്ലോ ആ വഞ്ചന. കെ സുധാകരൻ വഞ്ചന കാണിച്ചു. അതാണ് രാഷ്ട്രീയ ധാർമ്മികത എന്ന് പറയുന്നത്. എനിക്ക് സീറ്റ് കൊടുത്തില്ല, വലിയ പ്രശ്നമായി, പൊട്ടിത്തെറി ഉണ്ടായി, മത്സരിക്കുമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവസാനം കീഴടങ്ങി. എങ്ങനെയാണ് ഈ വിസ്മയങ്ങൾ ഉണ്ടായത്? കേരളത്തിൽ ഒരു പ്ലാനാണ്, ഒരു പദ്ധതി തയ്യാറാക്കി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ അസ്വസ്ഥതയുള്ളവരെ എല്ലാം പോയി കാണണം. കഴിഞ്ഞ 2 വർഷമായി കണ്ടുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും ഉറപ്പ് കൊടുത്തു, പോരെ പോരെ, ഇവിടെ മത്സരിച്ചു. അതേസമയം അമ്പലപ്പുഴയിൽ UDF സ്വതന്ത്രനായി മത്സരിക്കുന്ന CPIM മുൻ നേതാവ് ജി സുധാകരൻ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. UDF പ്രവർത്തകർക്കൊപ്പം പ്രകടനമായി എത്തിയാണ് പത്രിക സമർപ്പിക്കുക. ശേഷം തീരദേശ റോഡ് ഷോയും ഉണ്ടാകും. UDF പിന്തുണയുള്ള ജനകീയ സ്വതന്ത്രൻ എന്നായിരുന്നു ജി സുധാകരന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരെ അധിക്ഷേപിച്ച ജി സുധാകരനെതിരെ KUWJ രംഗത്ത് വരികയും ചെയ്തു. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ചേരുന്നത്. അശ്വിൻ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സജി ചെറിയാന്റെ വിമർശനം തന്നെയാണ്. പാർട്ടി സ്വീകരിച്ച അതേ ആ ഒരു വികാരം തന്നെയാണ് ഇപ്പോൾ സജി ചെറിയാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. വലിയ വിമർശനം ജി സുധാകരനെതിരെ ഉന്നയിക്കപ്പെടുകയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്? സ്മിത, വെരി ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ഈ സംഭവം ജി സുധാകരൻ പാർട്ടി വിട്ടതിന് പിന്നാലെ ഒരു അടിയന്തര ജില്ലാ സെക്രട്ടേറിയറ്റ് ആലപ്പുഴയിൽ ചേരുകയുണ്ടായി. CPIMന്റെ ആ ജില്ലാ സെക്രട്ടേറിയറ്റിലാണ് തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലടക്കം പാർട്ടി വിട്ട CPIM മുൻ നേതാവ് ജി സുധാകരനെതിരെ തുറന്ന പോര് ആകാം എന്നുള്ള ഒരു പ്രതികരണം അല്ലെങ്കിൽ തീരുമാനം. ആ തീരുമാനത്തിന് പിന്നാലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളടക്കം സംസ്ഥാന കേന്ദ്ര നേതാക്കളടക്കം ജി സുധാകരനെതിരെ സംസാരിക്കാൻ ആലപ്പുഴയിലേക്ക് എത്തും എന്നുള്ള വാർത്തയും വന്നതാണ്. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ചേർത്തലയിൽ നടന്ന P പ്രസാദിന്റെ തെരഞ്ഞെടുപ്പ് യോഗത്തിലാണ് കേന്ദ്ര കമ്മിറ്റി അംഗവും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മന്ത്രിയുമായിരുന്ന സജി ചെറിയാന്റെ ഈ പ്രസ്താവന. അത് ജി സുധാകരൻ പാർട്ടി വിട്ടുപോയത് പാർട്ടിയെ ചതിക്കുകയായിരുന്നു, പാർട്ടിയെ പിന്നിൽ നിന്ന് കുത്തുകയായിരുന്നു എന്നുള്ള പ്രസ്താവനയോട് കൂടിയാണ്. ഒപ്പം കെ സുധാകരൻ രാഷ്ട്രീയ ധാർമ്മികത ഉയർത്തിപ്പിടിച്ച വ്യക്തിയാണ് എന്നുകൂടി അദ്ദേഹം പറയുകയാണ്. അത് സീറ്റിന് വേണ്ടി കെ സുധാകരൻ ഒരുപാട് സമ്മർദ്ദങ്ങൾ പാർട്ടിയിൽ ഉണ്ടാക്കിയെങ്കിലും പാർട്ടി തീരുമാനം അംഗീകരിച്ച് പാർട്ടിക്കൊപ്പം നിൽക്കുകയാണ് കെ സുധാകരൻ കോൺഗ്രസിൽ ചെയ്തത്. പക്ഷേ ആ രാഷ്ട്രീയ ധാർമ്മികത കാണിക്കാൻ ജി സുധാകരൻ എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന ചോദ്യമാണ് സജി ചെറിയാൻ പ്രധാനമായും ഉയർത്തുന്നത്. അതായത് കോൺഗ്രസിലെ കെ സുധാകരനെ താരതമ്യം ചെയ്ത ജി സുധാകരനെ കുറ്റം പറയുന്ന ഒരു നിലപാടിലേക്ക്, അല്ലെങ്കിൽ ജി സുധാകരനെ കുറച്ചുകൂടി തുറന്നു കാണിക്കുന്ന നിലപാടിലേക്ക് CPIM പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കെ സുധാകരൻ എന്ന രാഷ്ട്രീയ നേതാവിനപ്പുറം അദ്ദേഹം എടുത്ത രാഷ്ട്രീയ നിലപാടിനെയാണ് സജി ചെറിയാൻ ഇന്നലെ പാർട്ടി വേദിയിൽ, തെരഞ്ഞെടുപ്പ് വേദിയിൽ ഉദാഹരണമായി ജി സുധാകരനെതിരെ പറഞ്ഞതെന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം അതിൽ പല കാര്യങ്ങളും പറയുന്നുണ്ട്. പാർട്ടിയെ ചതിച്ചു, പാർട്ടിക്ക് പല സ്ഥാനമാനങ്ങളും വാങ്ങിച്ച് എല്ലാ അധികാര സ്ഥാനങ്ങളിലും എത്തിയ ശേഷം ജി സുധാകരൻ പാർട്ടിയെ ചതിച്ചു എന്നുള്ളതാണ് പറയുന്നത്. മുൻകാലങ്ങളിൽ പാർട്ടി പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ തെരഞ്ഞെടുപ്പ് വേദികളിലും ആവർത്തിക്കുകയാണ്. അത് പറഞ്ഞ തെരഞ്ഞെടുപ്പ് വേദി ഏത് സ്ഥാനാർത്ഥിയുടെ ആണ് എന്നുള്ളത് കൂടി പ്രധാനമാണ്. കാരണം ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ P പ്രസാദിനെ തോൽപ്പിക്കാൻ ഞാൻ ചേർത്തലയിൽ പോയി പ്രസംഗിക്കുമെന്ന് ജി സുധാകരൻ പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നലെ വൈകിട്ട് നടന്ന തെരഞ്ഞെടുപ്പ് യോഗത്തിൽ സജി ചെറിയാൻ ജി സുധാകരനെതിരെ കടന്നാക്രമിച്ചിരിക്കുന്നു. ഒപ്പം ഇന്ന് ജി സുധാകരൻ നോമിനേഷൻ സമർപ്പിക്കുകയാണ്. വൈകുന്നേരം 3 മണിക്ക് ഒരു റോഡ് ഷോ കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അതിനൊപ്പം നമ്മുടെ ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട്, ഇന്നലെ ജി സുധാകരൻ മാധ്യമപ്രവർത്തകന്റെ കുടുംബത്തെ പോലും അധിക്ഷേപിച്ചിട്ടും നിങ്ങൾ മാധ്യമങ്ങൾ എന്തേ ഒരു അക്ഷരം മിണ്ടിയില്ല? രാജു വളഞ്ഞാമ്പുറാണ് ചോദിക്കുന്നത്. രാജു വളഞ്ഞാമ്പുറം ആ വാർത്താ സമ്മേളനം പൂർണ്ണമായും കണ്ടാൽ അദ്ദേഹത്തിന് മനസ്സിലാകും. ഇന്നലെ ആ പ്രതികരണം ജി സുധാകരന്റെ ഭാഗത്ത് നിന്ന് ഒരു പരിധി
വിട്ട് പുറത്തു പോയപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകർ ജി സുധാകരനെ ചോദ്യം ചെയ്തു, നിലപാട് തിരുത്തണമെന്നാവശ്യപ്പെട്ടു. അതിന് പിന്നാലെ KUWJ പത്രപ്രവർത്തക അസോസിയേഷൻ ഇപ്പോൾ ഒരു പ്രതിഷേധക്കുറിപ്പ് കൂടി ഇറക്കിയിരിക്കുന്നു. ജി സുധാകരൻ നിലപാട് തിരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ആ പ്രതിഷേധക്കുറിപ്പുള്ളത്. ജനാധിപത്യ രാജ്യത്ത് മാധ്യമപ്രവർത്തനത്തിന് ആര് വെല്ലുവിളി സൃഷ്ടിച്ചാലും അത് അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല എന്നുകൂടി KUWJ ജില്ലാ ഘടകവും ആലപ്പുഴ പ്രസ് ക്ലബ്ബും നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇന്ന് നോമിനേഷൻ സമർപ്പിക്കാൻ ജി സുധാകരൻ എത്തുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ ഇന്നലെ നടത്തിയ അതിരുവിട്ട പരാമർശത്തിൽ എന്തെങ്കിലും വിശദീകരണമോ ഖേദം പ്രകടിപ്പിക്കലോ തിരുത്തലോ ഉണ്ടാകുമോ എന്നുള്ളത് കാത്തിരുന്നു. കാരണം എന്തായാലും ഇന്നലെ നടന്നത് അതിരുവിട്ടതാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം അംഗീകരിക്കാനാവുന്നില്ല എന്നുള്ളത് അവിടെ വെച്ച് തന്നെ ജി സുധാകരനോട് നേരിട്ട് പറഞ്ഞതാണ് എന്നുള്ളത് കൂടി പ്രധാനപ്പെട്ട കാര്യമാണ്. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങളുമായി ചേർന്നത്. അതങ്ങനെ തന്നെയാണ് അല്ലേ പ്രേത? അപ്പം സ്വാഭാവികമായിട്ടും ആ ഒരു പ്രതികരണം ഉണ്ടായിട്ടുണ്ട്, പ്രതിഷേധവും അറിയിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഇന്നലെ രാത്രിയിലെ ചർച്ച, ഗ്രാൻഡ് ഇലക്ഷൻ ഡിബേറ്റിലും നമ്മുടെ എഡിറ്റോറിയൽ ടീം തന്നെ ഈ കാര്യം പറയുകയുണ്ടായി. കാരണം അദ്ദേഹത്തോടുള്ള എല്ലാ ബഹുമാനവും ഉണ്ട്. അദ്ദേഹം ഇത്രയും വർഷം കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രത്തിൽ, പാർട്ടിയുടെ രാഷ്ട്രീയ ചരിത്രം എടുത്താലും അദ്ദേഹത്തിൻ്റെ പേര് മാറ്റി നിർത്താൻ ഒരിക്കലും കഴിയില്ല. ബഹുമാനവുമുണ്ട്, എല്ലാ കാര്യത്തിലും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നുമുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും അത് ദൗർഭാഗ്യകരമാണ്, അതിൽ പ്രതിഷേധവുമുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.